ബാലാമണി എന്നുള്ള റോള് നന്ദനത്തിൽ മിസ് ചെയ്തതിൽ വിഷമല്ലേ? അത് ഇല്ലേന്ന് ചോദിക്കണം. ഒരു വിഷമമില്ലെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വിഷമമുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ ചിന്തിക്കാറില്ല. ബിക്കോസ് അതെല്ലാം ഓരോരുത്തരുടെ തലയിൽ എഴുത്താണ്. അത് കിട്ടിയിരിക്കുന്ന നവ്യത വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് അതിനെക്കുറിച്ച് ഇപ്പൊ ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല. അന്ന് അങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു ചെയ്യണമെന്ന്. സിനിമയെക്കുറിച്ച് യാതൊരു ചിന്തയില്ലാത്ത, ഒരു മോഹം, സിനിമ അഭിനയം ഒന്നും നമുക്ക് പറഞ്ഞിട്ടില്ലാത്തന്ന് വിചാരിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു എനിക്ക്. സിനിമ എന്നൊരു മോഹം മനസ്സിലുണ്ടായത് നന്ദനത്തിലൂടെയാണ്. അപ്പം തീർച്ചയായിട്ടും ആ സിനിമ ഇന്ന് കാണുമ്പോഴും അന്ന് കണ്ടപ്പോഴും വിഷമമാണ്. ഇന്നും എനിക്ക് അത് മുഴുവനായിട്ട് ഇരുന്ന് കാണാൻ പറ്റില്ല. ഇപ്പൊ വരുന്ന പ്രോജക്റ്റ് ഞാൻ ഇപ്പം ചെയ്ത് കഴിഞ്ഞത് TV ചന്ദ്രൻ സാറിന്റെ ഭൂമി മലയാളം. അതിന് ഡബിങ് കൂടെ ബാലൻസ് ഉണ്ട്, ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഈ ഒരു ജാസ്മിനൊക്കെ നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ഒരു ഡയറക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ പല സെറ്റ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തു സമൃദ്ധ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഓഫ് ഇതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെയാണ്, ഹൗ ഡു ബാലൻസ് യുവർ? ഞാൻ എപ്പോഴും ഡയറക്ടർ എന്താണോ പറയുന്നത് അതാണ് ഞാൻ ചെയ്യുക. ഞാൻ ഡയറക്ടേഴ്സ് ബേബി തീർച്ചയായിട്ടും. ബിക്കോസ് എനിക്ക് തോന്നുന്നു അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഓരോ ഡിഫറെൻറ്റ് ഡയറക്ടേഴ്സായിട്ട് നമുക്ക് കോപ്പ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഒരു ലക്കുള്ളത് മറ്റേ പുരിജന്മവും പിന്നെ അതുമാതിരി അറബിക്കഥയും ഒരു കണ്ണൂർ സ്ലാങ് ഉണ്ടായിരുന്നല്ലേ, അതുകൊണ്ട് പുട്ടോണൊന്നും വേണ്ടിയില്ല. അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ TV ചന്ദ്രൻ സാറിന്റെ ഭൂമി മലയാളത്തിൽ ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ കണ്ണൂരുള്ള പെൺകുട്ടിയാണ്. കണ്ണൂർ സ്ലാങ്ങിൽ തന്നെ സംസാരിക്കണമായിരുന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഞാൻ ചെയ്തു. അനുപമ, ദേവയാനി അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, പിന്നെ മായ അറബിക്കഥയില്, ഇതിലൊക്കെ ഒരു എങ്ങനെയായിരുന്നു ഉൾക്കൊള്ളുന്ന വെച്ചെങ്കിൽ സമ്മർദ്ദയുടെ ഒരു എലിമെന്റ് അതിലുണ്ടോ? ശരിക്കുള്ള സമ്മർദ്ദയുടെ എലിമെന്റ് ഈ ഏതെങ്കിലും ക്യാരക്ടേഴ്സിലുണ്ടോ? ഇല്ല, ഞാൻ എൻ്റെ ഒരു എലിമെന്റ് എനിക്കൊന്നും ഇതുവരെ ചെയ്ത ഒരു ക്യാരക്ടേഴ്സിലും വന്നിട്ടില്ല. കുറച്ചൊക്കെ വന്നിട്ടുണ്ടാകുന്നത് എനിക്കൊന്നു ഈ ഒരു ഞാൻ പേഴ്സണലി എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ആളാണ്. ഞാൻ ഒരുപാട് ചാടിക്കേറി സംസാരിക്കുന്ന ഒരാളല്ല. പിന്നെ അങ്ങനെയുള്ള ചില ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടുള്ളതും കൂടുതലും കുറേ സട്ടിലായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അങ്ങനെയുള്ള രീതിയിൽ ചെറിയ സിമിലാരിറ്റീസ് ഉണ്ടെന്നല്ലാതെ വേറെ ഒന്നുമില്ല. ആക്ച്വലി പറയുന്ന സമയത്ത് ഭയങ്കര ലക്കിയാണ്. കാരണം അറബിക്കഥ മറ്റൊരു സിനിമ ടോക്കായിരുന്നു വന്നത്. ഒരു കാലത്തെ ഒരു വലിയ ഹിറ്റായിരുന്നു. ഇപ്പോഴും ആൾക്കാരെ സംസാരിക്കും. അപ്പോൾ ഒരു ക്യാരക്ടറിനോട് എങ്ങനെയാ? സത്യം പറഞ്ഞ അറബിക്കഥ എനിക്ക് ലാലോട്ടൻ ആ ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ആ ക്യാരക്ടർ ചെയ്യണം, നീ ഇന്ന ക്യാരക്ടർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട്, നായികയായിട്ടല്ല, ഒരു നായികയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെക്കൻഡ് ഫീമെയിൽ ക്യാരക്ടറാണ്, നീ പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്നേ പറഞ്ഞു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സിനിമയെ കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ ലാലോട്ടൻ്റെ അടുത്ത് ഏത് ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാൻ ധൈര്യത്തോടെ ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ കമ്മിറ്റ് ചെയ്തതാണ് മായ. പക്ഷെ അതിനുശേഷം സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിരുന്നില്ല. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഇത് ഇത്രയും എത്തും എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ റിലീസ് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് പരിചയമുള്ള കുട്ടിയായിട്ട് തോന്നി, ഞങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ പേര് അവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റി. കുടുംബം, അമ്മ, അച്ഛൻ, സുനിലാണ് അച്ഛൻ എന്നറിയാം. അമ്മ സാധന, എനിക്കൊരു അനിയത്തിയുണ്ട് സംയുക്ത, പിന്നെ അമ്മയുടെ അമ്മ, ഇത്രയും പേരാണ് വീട്ടിൽ. കണ്ണൂര്. അപ്പൊ അനിയത്തി ചെന്നൈയിൽ പഠിക്കും. അവള് സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യുന്നു ചെന്നൈയിൽ. ഇപ്പം ഹോളിഡേയ്സ് ആണ്, അത് കാരണം വീട്ടിലുണ്ട്. 2 girls in the family ഭയങ്കര ക്ലോസ് നിറ്റ് ആയിരിക്കും അല്ലേ? 2 boys മാതിരിയാവില്ലേ? 2 boys are like, you know, they have a different. നിങ്ങൾ എങ്ങനെയാ ഒരുമിച്ചൊരു? ഞങ്ങൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും സിനിമേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക് അവളാണ്. എന്നെ പേഴ്സണലി നന്നായിട്ട് അറിയുന്നതുകൊണ്ടും ഞാൻ എന്ത് ചെറിയ ചെറിയ കുഴപ്പം ഇപ്പം എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ പോലും അവൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം അത് കാരണം എന്താ ഒരു ഭയങ്കര വേർസ്റ്റ് കമന്റ് കിട്ടിക്കുന്നുണ്ടോ? എൻ്റെ ഡാൻസ്, എൻ്റെ ചില പാട്ടുകൾ സീനുകൾക്കും എൻ്റെ ഇപ്പോൾ ഒരു റൊമാൻറ്റിക് സോങ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മുഖത്തെ ചമ്മൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എൻ്റെ അമ്മച്ചി അങ്ങനെ ചിന്തിച്ചില്ലേ അത് ചെയ്തപ്പോൾ, എന്തിനാ അങ്ങനെ ചിരിച്ച് വേണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സിങ്, ഹെയർ സ്റ്റൈൽ, മേക്കപ്പ് ഒക്കെ ശ്രദ്ധിക്കും. ഇന്ന സീനിൽ ഇന്ന പോലെ ചെയ്തത് ശരിയായില്ല കേട്ടോ എന്ന് പറയും. പിന്നെ എനിക്കത് ഞങ്ങൾ നല്ല ചെറുപ്പം തൊട്ടേ എന്നും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ്. പിന്നെ ഇപ്പം അവള് ചെന്നൈയിലേക്ക് പഠിക്കാൻ പോയതിന് ശേഷമാണ് ശരിക്കും നിങ്ങൾക്ക് കാണൽ കുറവാണ്. അവള് ഇപ്പോഴാണ് ശരിക്കും മറ്റടിയൊക്കെ സ്ഥിരം പൊട്ടാറുണ്ട്. പക്ഷെ ഇപ്പൊ വല്ലപ്പോഴും കൂടി വെക്കേഷന് വരുമ്പോ ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് പക്ഷെ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കുറെ ഒരു ഹാങ് ഔട്ട് സ്ഥലങ്ങളുണ്ടോ? നിങ്ങൾക്ക് പുറത്തു പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമയ്ക്ക് പോവാം, അങ്ങനെയൊക്കെയുള്ള ചില ഇതിലൊക്കെ കുറച്ച് വിലക്ക് വന്നിട്ടുണ്ടാവില്ലേ? വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എല്ലായിടത്തും പോകും. ഇപ്പൊ സിനിമയ്ക്കാണെങ്കിലും ഇപ്പൊ ഒരു ഡിന്നറിനാണെങ്കിലും ഒക്കെ ഞാൻ എപ്പോഴും അച്ഛനും അമ്മയും ആരെങ്കിലും കൂടെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഞങ്ങൾ എന്നും പോകാറുള്ളിടത്തൊക്കെ പോകാറുണ്ട്.
പിന്നെ ഒരുപാട് ഈ ഒരു റിലീജിയസ് ആണ്. ഒരു ഷോർട്ടിന് മുമ്പേ ഇങ്ങനെ ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു ഭഗവാനെ ക്ഷണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഒരു ചിലവരുണ്ട്. ഇപ്പം ഞാൻ പറയാം, സൗരവ് ഗാംഗുലി എപ്പോഴും ബോൾ ചെയ്യാനോ ബാറ്റ് ചെയ്യാനോ പോകുമ്പോൾ ഒരു റെഡ് തൂവാല പോക്കറ്റിലുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാതിരി അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? അങ്ങനത്തെ ഒന്നുമില്ല. ദൈവത്തിലൊക്കെ വിശ്വാസമുണ്ട്. ഒരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് മനസ്സിൽ പ്രാർത്ഥിക്കും എന്നല്ലാതെ അങ്ങനെ ഒരു വലിയ അന്ധവിശ്വാസവും കാര്യങ്ങളൊന്നുമില്ല. സിനിമയിൽ വരുമ്പോൾ ഇപ്പം എൻ്റെ പേര് സമൃദ്ധ എന്ന് കേട്ടപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിരുന്നു, ഈ ഒരു പേര് സിനിമയിലെ ആൾക്കാർക്കൊന്നും പെട്ടെന്ന് കേട്ടാൽ ഒരു ദഹിക്കാത്തൊരു പേരാണ്, വേണോ മാറ്റിക്കൂടെ എന്നൊക്കെ. പക്ഷേ എൻ്റെ പേര് അങ്ങനെയാണ്, എനിക്കുള്ള ഐഡന്റിറ്റി അങ്ങനെ വരുന്നുണ്ടെങ്കിൽ വന്നാൽ മതി. അങ്ങനെ അത് എല്ലാവർക്കും ഇഷ്ടമായി. ഇപ്പം എനിക്ക് അതിൻ്റെ പല്ല് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, ഈ പല്ല് ഇങ്ങനത്തെ പല്ലായത് കാരണം മാറ്റണം എന്നൊക്കെ. പക്ഷെ അത് ഞാൻ മാറ്റിയിരുന്നെങ്കിൽ എൻ്റെ ഐഡന്റിറ്റിയെ പോവായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപാട് അനുഭവങ്ങൾ സിനിമാ ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഓർമ്മിക്കുന്ന എങ്ങനെ? സിനിമ എഴുതാറില്ല. ഡയറി എഴുത്തൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്നു. സിനിമയിൽ വന്നതോടുകൂടി അതൊക്കെ നിർത്തി. പക്ഷേ ഈ ഓരോ സിനിമ കഴിയുമ്പോഴും ആ സിനിമയിൽ ഓർമ്മിക്കാൻ എന്തെങ്കിലും ഒരു സാധനം ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. എനിക്കൊന്ന് രസികൻ തൊട്ട് ഇപ്പൊ കഴിഞ്ഞ തിരക്കഥ വരെ, തിരക്കഥയിലെ കണ്ണടയാണ് ഓർമ്മയ്ക്ക്. അങ്ങനെ രസികയിലെ ഒരു ധാവടി സിനിമ കഴിഞ്ഞ് പോകുമ്പോൾ ലാലേട്ടനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഇത് ഞാൻ എടുത്തോട്ടെ, എനിക്ക് ഓർമ്മയ്ക്ക് വെക്കാൻ. അങ്ങനെ എല്ലാ സിനിമയിലും അറബിക്കഥയിൽ നേഴ്സിന്റെ ഒരു കോട്ട് ഉണ്ടായിരുന്നു. അത് പിന്നെ അനാമിക എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തപ്പോൾ അതിലൊരു കൊന്ത ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൊന്ത എടുത്തു വെച്ചു. അങ്ങനെ എല്ലാ ചെയ്ത സിനിമയിലും എന്തെങ്കിലും ഒരു സാധനം ഞാൻ എടുത്തു വെക്കും. അതെല്ലാം കൂടെ പിന്നീട് നമുക്ക് സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് മിന്നാമിനി കൂട്ടത്തിലെ ഒരു ചുരിദാർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഞാൻ ഒപ്പിച്ച് വെക്കും. മ്യൂസിക്കിനോടുള്ള ഇഷ്ടം എങ്ങനെയായിരുന്നു കൂടിയത്? മ്യൂസിക് എനിക്ക് അച്ഛൻ നന്നായി പാടുമായിരുന്നു. അപ്പം പാടുമായിരുന്നു എന്നല്ല, അച്ഛൻ പാടും നന്നായിട്ട്. അപ്പം അച്ഛൻ ചെറുപ്പം തൊട്ടേ പഴയ പാട്ടുകളൊക്കെ എന്നും വീട്ടിൽ വയ്ക്കും. അങ്ങനെ കേട്ട് കേട്ട് ചെറുപ്പം തൊട്ടേ പാട്ടിനോട് വലിയ ഇഷ്ടമായിരുന്നു. എനിക്കൊരു 3 വയസ്സൊക്കെ തൊട്ടേ പാട്ട് പഠിക്കാൻ തുടങ്ങി. ഞാൻ ക്ലാസിക്കലായിട്ട് പഠിച്ചു, ഞാൻ കഥകളി സംഗീതം പഠിച്ചു. ഒരു 10th ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാനും അനിയത്തിയും പാടും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കച്ചേരിയൊക്കെ നടത്തി. കണ്ണൂര് ഞങ്ങള് നവരാത്രിക്ക് ഉത്സവ സമയത്ത് ഒരുവിധം അമ്പലങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു കുടുംബക്ഷേത്രം ഉണ്ട്, അവിടെ എല്ലാ വർഷവും ഉത്സവത്തിന് പാടും. അങ്ങനെ ഒരു ക്ലാസിക്കൽ മ്യൂസിക്കിനോട് ഭയങ്കര ഇഷ്ടത്തോടെ 2-3 ദിവസം മാറി മാറി പഠിപ്പിച്ചിരുന്നു. അവസാനം പഠിപ്പിച്ചത് പിണറായിലെ ഒരു പ്രദീപ് എന്ന് പറഞ്ഞൊരു മാസ്റ്ററായിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ക്ലാസിക്കൽ മ്യൂസിക്കിനോടും ഹിന്ദുസ്ഥാനി സംഗീതത്തോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള, എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും അങ്ങനെയാണ്. അതുപോലെ തന്നെ എനിക്കും അനിയത്തിക്കും പാട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്.